ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ് എന്ന് തെളിയിക്കുന്ന പലതരത്തിലുള്ള വാർത്തകളും ദൃശ്യങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ശബ്ദ സന്ദേശങ്ങളുടെ രൂപത്തിലും ആ വാർത്തയ്ക്ക് വലിയ സാധൂകരണം ലഭിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അതിദയനീയമായ ശബ്ദത്തിൽ അവർ പറയുന്നു. ധൈര്യമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എന്നും ശബ്ദ സന്ദേശത്തിൽ നമ്മൾക്ക് കേൾക്കാം. താഴെ കിടക്കുമായിരുന്നു. ചവിട്ടി കൂട്ടി തന്നെ. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഡി ബിനോയ്, ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നുവോ ഇല്ലയോ എന്നത് മറുഭാഗത്ത് സംശയം. ആത്മഹത്യ തന്നെയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള പ്രബലമായ സംശയം മറുഭാഗത്ത്. ഇത്രയധികം നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കത്തിയുമായി പിടിച്ചു നിന്നിട്ടുള്ള ഭീഷണികൾ. ആ കത്തി ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ആ അതുല്യയുടെ ശരീരത്തിൽ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് മറുഭാഗത്തുള്ള സംശയം. ചവിട്ടിക്കൂട്ടി എന്നുള്ള വാക്കുകൾ, എന്നെ ചവിട്ടിക്കൂട്ടി എന്ന് പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രമേൽ വേദനാ നിർഭരമാണ്. ചവിട്ടിക്കൂട്ടുക എന്ന് പറയുമ്പോൾ വയറ്റിൽ കയറി ചവിട്ടി നിന്ന് ചവിട്ടിക്കൂട്ടുക എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കടകരമാണ് അത്. ഈ സങ്കടം പക്ഷേ വലിയ രീതിയിൽ സങ്കടവും സഹാനുഭൂതിയും വലിയ ധാർമ്മിക രോഷവും ഒക്കെയായിട്ട് മാറുന്നതിലുപരി കൃത്യമായിട്ട് നീതിയുടെ നിർവഹണം നടപ്പാക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചവറ പോലീസ് കേസെടുത്തിരിക്കുന്നു ഒരു ഭാഗത്ത്, പക്ഷേ ഷാർജയിലാണ് പ്രതി. ഇതടക്കമുള്ള ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഡി ബിനോയ്? നമുക്ക് അവസാനം കിട്ടുന്ന വിവരമനുസരിച്ച് ഈ സതീഷ് ശങ്കറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് അദ്ദേഹം പുറത്തുപോയി തിരിച്ചു വരുമ്പോഴേക്കും മരിച്ച നിലയിൽ അതുല്യയെ കണ്ടു എന്നാണ്. അത്രയും പറയുന്നതിനൊപ്പം താൻ ഒന്നും ചെയ്തിട്ടില്ല, വന്നപ്പോഴേക്കും വലിയ ഒരു കട്ടിൽ, അതായത് 4 പേർ പോലും പിടിച്ചാൽ അനങ്ങാത്തൊരു കട്ടിൽ, അതിൻ്റെ സ്ഥാനം മാറി കിടക്കുന്നു. ഒപ്പം കൈലി ഉപയോഗിച്ചാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കാല് ഏകദേശം തറയിൽ മുട്ടിയ അവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ അവസാനമായും പുറത്തു വന്നിരിക്കുന്നത്. അതുകൂടാതെ ചില ശബ്ദ സന്ദേശങ്ങളും ചില മാധ്യമങ്ങൾക്കൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു നിയമ പോരാട്ടത്തിന് അതുല്യയുടെ ബന്ധുക്കൾ, അച്ഛനും അമ്മയും ബന്ധുക്കളും തയ്യാറെടുക്കുന്നു എന്ന് നമുക്ക് പറയാം. കാരണം നിയമപരമായി നീങ്ങില്ല എങ്കിൽ ഒരു പക്ഷേ ഈ സതീഷ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇന്നലെ രാത്രി കൊല്ലം MP NK പ്രേമേന്ദ്രനെ കണ്ടിരുന്നു കുടുംബാംഗങ്ങൾ. അവർ നേരിട്ട് പറഞ്ഞനുസരിച്ച് അദ്ദേഹം ഇന്ത്യൻ എംബസിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നാളെ അടുത്ത ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകും. കാരണം ക്രൈം നടന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ആത്മഹത്യ നടന്നിരിക്കുന്ന സ്ഥലം ഷാർജയിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നടത്തേണ്ട നടപടിക്രമങ്ങൾക്ക് ചില നിയമപരമായ നീക്കങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് എംബസി വഴി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. അതേസമയം ഈ ആത്മഹത്യ എന്ന രീതിയിലാണ് സതീഷ് ശങ്കർ അവിടുത്തെ ഷാർജ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. നാളെ ഈ അതുല്യയുടെ സഹോദരി അഖില ഷാർജ പോലീസിൻ്റെ മൊഴി നൽകും. അതോടുകൂടി തുടർ നടപടികളിലേക്ക് നീങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അവസാനമായി ലഭ്യമാകുന്നത്. ഒപ്പം ഈ പെൺകുട്ടിയുടെ മറ്റു കുറച്ച് ശബ്ദ സന്ദേശങ്ങൾ കൂടി ഉണ്ട്. അതും അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കും ലഭ്യമാകും. കാരണം ഈ പ്രധാനമായും ഈ പെൺകുട്ടി കഴിഞ്ഞ 11 വർഷം, അതായത് വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി. ആ വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം കൊടിയ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവും. ഈ അതുല്യയുടെ അച്ഛൻ രാജശേഖര പിള്ള പറയുന്നുണ്ട്, മകൾക്ക് വലിയ തരത്തിൽ സ്ത്രീധന പീഡനത്തിന് ഇരയായിട്ടുണ്ട്, ഒപ്പം വലിയ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേ തുടർന്ന് ഒരു 6 വർഷം മുമ്പ് ഈ അതുല്യ തന്നെ കൊല്ലത്തെത്തി അവരെ ഒരു കുടുംബ കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നടത്താറുള്ള കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് ഈ സതീഷ് ശങ്കർ നാട്ടിലെത്തുകയും ഈ പെൺകുട്ടിയോട് കരഞ്ഞ അപേക്ഷിച്ചുകൊണ്ട് കൂടെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇനി ആ മർദ്ദനം ആവർത്തിക്കത്തില്ല
എന്ന് പറഞ്ഞിരുന്നു. അത് ബന്ധുക്കളുടെ മുമ്പിലും ഒപ്പം ചവറ തെക്കുംഭാഗം പോലീസിൻ്റെ മുമ്പിലും ഒക്കെ മൊഴിയായി നൽകിയിട്ടുണ്ട്. ഒപ്പം അത് ബന്ധുക്കൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഷാർജയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമീപകാലത്ത് ഈ 2 വർഷമായിട്ടാണ് വലിയ തരത്തിലുള്ള മർദ്ദനത്തിന് ഈ പെൺകുട്ടി ഇരയാകുന്നത്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആ പെൺകുട്ടിയുടെ കയ്യിലും മുഖത്തുമൊക്കെ കറുപ്പും നീലയും നിറത്തിലുള്ള പാടുകൾ, മർദ്ദനമേറ്റ പാടുകൾ കാണുന്നുണ്ട്. ഒപ്പം അയാളുടെ ചില ദൃശ്യങ്ങൾ, അത് ഈ പെൺകുട്ടി തന്നെ പകർത്തിയതാണ്. പലപ്പോഴും മർദ്ദിക്കാൻ വരുന്ന സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഒന്ന്, ഒരു വലിയ കസേര, പ്ലാസ്റ്റിക് കസേര എടുത്ത് തലക്കടിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. ഇത് കൂടാതെ ഒരു കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പെൺകുട്ടിക്ക് വലിയ തരത്തിൽ ഉപദ്രവം ഷാർജയിൽ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ്. ഈ തെളിവുകൾ വെച്ച് തന്നെയാണ് പെൺകുട്ടിയുടെ അച്ഛൻ രാജശേഖര പിള്ളയും അമ്മയും ചവറ പോലീസിന് ഇന്നലെ പരാതി നൽകിയത്. ഒപ്പം അവിടെ നിന്ന് പോലീസ് സംഘം എത്തി ഈ അമ്മയുടെയും അച്ഛൻ്റെയും മൊഴി രേഖപ്പെടുത്തി കൊലപാതക കുറ്റത്തിനും അതുകൂടാതെ സ്ത്രീധന പീഡനത്തിനും ഗാർഹിക പീഡനത്തിനും FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. ഈ FIRൻ്റെ കോപ്പി കൂടി വെച്ചുകൊണ്ടായിരിക്കും എംബസിയിലേക്ക് അടുത്ത നീക്കം നടത്തുക. എന്നാൽ മാത്രമേ നിയമപരമായി സതീഷിന് മേൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ആ ശബ്ദ സന്ദേശം തന്നെ കൂടാതെ ഒരു കാര്യം കൂടി ആ പെൺകുട്ടി അമ്മയ്ക്ക് ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. പല ആവർത്തി അമ്മ ആ പെൺകുട്ടിയെ, ഈ അതുല്യെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്ക്, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, എനിക്കതിന് ധൈര്യമില്ല, പക്ഷേ ഞാൻ ഇവിടെ വിട്ടു വരാത്തത് എൻ്റെ മകളെ ആലോചിച്ചാണ്. ഈ വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ മകളുടെ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ മകൾക്ക് വേണ്ടി ജീവിക്കുന്നു, മകൾക്ക് വേണ്ടി ഈ പീഡനം ഏറ്റുവാങ്ങുന്നു എന്നൊക്കെയാണ് അന്ന് ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള മർദ്ദനത്തിന് പെൺകുട്ടി ഇരയായി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുക്കൾ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. MS ബിനോയിലേക്ക് തിരികെ എത്താം. ഈ അതുല്യയുടെ അമ്മ തുളസിഭായ് പറയുന്ന കാര്യം നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് മകൾ നേരിട്ടിരുന്നത് എന്നാണ് ഈ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട കൊല്ലം സ്വദേശിയായിട്ടുള്ള അതുല്യയുടെ അമ്മ തുളസിഭായ് പറയുന്നത്. ഇതിനു മുൻപും ഭർത്താവ് സതീഷിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരുന്നു എന്ന് അമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. തമാശയും പറഞ്ഞു വെച്ചത് അറിയുന്നുണ്ട്. കുഞ്ഞിങ്ങനെ പാനാണ് ഇന്ന് എത്രയായിരുന്നു നേരത്തെ കേസ് കൊടുത്താൽ